ടർക്കിഷ് തർക്കം. അതെ, ടർക്കിഷ് എന്ന് പറഞ്ഞൊരു പള്ളി. അപ്പോൾ അവിടെ അതിൻ്റെ ഏരിയയിൽ നടക്കുന്നൊരു തർക്കമാണ്. ആ തർക്കം വലുതായി വലിയൊരു തർക്കമായി മാറി. Different from all the other movies that are releasing. The whole team is confident about the content of the movie. അതെന്താവും തിയേറ്ററിൽ OTT സിനിമയാണോ തിയേറ്റർ സിനിമ? നല്ലൊരു ഫൈറ്റ് ഉണ്ട്. അതൊരു സൈക്കിൾ ഫൈറ്റാണ്, ബൈസൈക്കിൾ ഫൈറ്റാണ്. അതിൻ്റെ ഒറ്റ ഷോട്ടേ ഉള്ളൂ ട്രെയിലറിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കര രസമാണ്. തിയേറ്ററിൽ സംഭവിക്കുന്നത് എന്തായാലും ഒരു മാജിക്കാണ്. ഇതൊരു തിയേറ്റർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമ തിയേറ്ററിൽ സക്സസ് ആവാതെ പോകുന്നുണ്ട്. ഈ 11 വർഷം ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഞാൻ സിനിമയെടുത്ത് വളരെ നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സീൻ പുള്ളിയോട് ചെയ്യുമ്പോൾ നമുക്കത് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭം. സ്കൂൾ ഓഫ് സിനിമ ഞാൻ കണ്ണൂർ സ്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു ആ സീന്. ഇങ്ങനെ ഒരു അമ്പലത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആരാധനയോടുകൂടി ഇരിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, എനിക്ക് അതേപോലെയൊക്കെ ആയിരുന്നു. അഭിമാനം, ഭയങ്കര സന്തോഷം, കരച്ചിലും എല്ലാം കൂടി വന്നൊരു ദിവസമായിരുന്നു ശരിക്കും. നമുക്കന്നെ ഫസ്റ്റ് നമുക്കടെ കൂടെ നമുക്കടെ ഒപ്പം ഞാൻ ഡയലോഗ് പറയാ. ആളുകൾ അതിനെ റിവ്യൂ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കാത്ത പല തലങ്ങളിലോട്ടൊക്കെയാണ് പോയത്. ഈ ലേബലും വന്നു, അപ്പന് ശേഷവും അപ്പനും മുന്നേ എന്നും പറഞ്ഞിട്ട്. ജനങ്ങൾക്ക് നല്ലൊരു ടൈമല്ലേ, 3-4 നല്ല ഡിഫറെൻറ്റ് സിനിമകൾ, ഡിഫറെൻറ്റ് ജോണേഴ്സ്, ഏത് സിനിമ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഹായ്, ടർക്കിഷ് തർക്കത്തിന്റെ വിശേഷങ്ങളുമായി സണ്ണി വെയിൻ, ആമിന നിജം, ലുക്മാൻ എല്ലാവരുമാണ് ഇന്ന് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഈ ടർക്കിഷ് തർക്കത്തിനെ പറ്റിയിട്ടുള്ള ആദ്യം പേര് കേൾക്കുമ്പോൾ അതിനകത്തൊരു ഫണ്ണി എലമെന്റ് ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ നമ്മളൊരു ബാൻഡർ ഒരു സാധനം വന്നിരുന്നല്ലോ. പക്ഷെ അതെല്ലാം ശേഷം ട്രെയിലർ വരുന്ന സമയത്ത് അങ്ങനെയല്ല, വേറൊരു മൂഡിൽ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും കൂടി ഉണ്ടാവും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഇതിന്റെ പ്രൊമോ സോങ് ഒരു വേറെ മൂഡ് സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് ഇവിടെ പുറത്ത് വന്നിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റൊമാൻറ്റിക് ലവ്ലി സോങ് ആണ്. ഇതേപോലെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു സിനിമയാണോ ടർക്കിഷ് തർക്കം? തീർച്ചയായിട്ടും. ടർക്കിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളി, ആ പള്ളിയുടെ ചുറ്റുവട്ടം നടക്കുന്ന അല്ലെങ്കിൽ ടർക്കിഷ് തർക്കം. അതെ, ടർക്കിഷ് എന്ന് പറഞ്ഞൊരു പള്ളി. ടർക്കിഷ് ഒരു പള്ളി. അപ്പോൾ അവിടെ അതിൻ്റെ ഏരിയയിൽ നടക്കുന്നൊരു തർക്കമാണ്. ആ തർക്കം വലുതായി വലിയൊരു തർക്കമായി മാറും. അപ്പോൾ അതിനെ ടർക്കിഷ് തർക്കമാക്കി. ഇപ്പം ഇതിനകത്തുള്ള നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് ഇതേപോലെ ഇപ്പം ട്രെയിലറിലാണെങ്കിലും ഒക്കെ ഒരു സണ്ണി വെയിൻ്റെ കഥാപാത്രത്തിന് തുടക്കം തൊട്ടൊരു മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒരു ഷിഫ്റ്റിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു, നിങ്ങൾ പെണ്ണ് കാണാൻ എന്നുള്ള ചടങ്ങുണ്ട്, പക്ഷെ പിന്നീട് ഭയങ്കര ഒരു ഡാർക്ക് മൂഡിലേക്ക് മേ ബി പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ബാക്കി സിനിമ ഇറങ്ങുമ്പോ അറിയാലോ നാളെ. അല്ല, നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചത്? അല്ല, ഞാനങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ സിനിമ നമ്മൾ പറയേണ്ടി വരുമല്ലോ. അതാണ് കൂടുതൽ പറയാത്ത. എന്തെല്ലാം ചേഞ്ചസ് ഉണ്ട്. ഉണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് വേറൊരു സ്റ്റേജിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഫാമിലിയിൽ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികത ഉണ്ടാവും ആ സംഭവത്തിൽ. അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവിടെ ചുറ്റുള്ളവർ അവരുടെ റിയാക്ഷൻ എങ്ങനെ, പലരും പല രീതിയിലാണ് അതിനെ റിയാക്ട് ചെയ്യുക. പല സ്വഭാവമുള്ള മനുഷ്യരായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊരു പള്ളിയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അതൊന്നുകൂടിയും വേറെ രീതിയിലോട്ടും എല്ലാം സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു തർക്കത്തെ എങ്ങനെയാണെന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. സിനിമ തർക്കമാണ് സിനിമ കാണിക്കുന്നത്. അവരുടെ റൊമാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആദ്യം ഒരു പെണ്ണ് കാണലിൽ തുടങ്ങും, പിന്നെ ഈ പറഞ്ഞ പല ഷിഫ്റ്റുകളിലൂടെ ഇവരുടെ ലൈഫ് കടന്നു പോകുന്നുണ്ട്. അതൊരു അവസാനം ഒരു പള്ളിയിലോട്ടും അത് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇപ്പോൾ വേലയിലൊരു പോലീസ് വേഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുവരെ സണ്ണി വെയിനെ കാണാത്തൊരു ഷെയ്ഡിലായിരുന്നു. അത്രയൊക്കെ ക്രൂരത അല്ലെങ്കിൽ അത്രയും സെൽഫിഷ്നെസ് ഒക്കെ സണ്ണി വെയിൻ എങ്ങനെയാണ് പോർട്രേ ചെയ്യുക എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇരട്ടിയായിരുന്നു ആ വേല എന്നുള്ള ആ കഥാപാത്രം എന്തായാലും തന്നത്. വീണ്ടും പോലീസ് വേഷത്തിലെത്താണ്, വേറെയും പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തും എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പോലീസുകാരനാണ് എന്ന് തോന്നുന്നുണ്ട്. അയാൾക്കും ഈ ഒരു തരം എന്തോ ഒരു വാശിയുടെ എലമെൻറ്റോ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഇതിനകത്തുള്ള പോലീസ് വേഷത്തെ പറ്റിയിട്ട്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ. വളരെ നല്ലപോലെ എഡ്യൂക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ PSC ഒക്കെ എഴുതിയിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആൾ. അയാളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതായത് നീതിയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നന്മയും തിന്മയും കൃത്യമായിട്ട് വേറിട്ടറിയാവുന്നൊരു വ്യക്തിയാണ് എന്നാണ് ഞാൻ പഠിച്ചത്.
ഓക്കെ. ഓക്കെ. അപ്പോൾ അയാൾ ഈ ഇഷ്യൂവിൽ ആ ഇഷ്യൂവിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരു നല്ലൊരു പോലീസ് ഓഫീസറാണ്. വെച്ചോ ഇപ്പോൾ പെരുമാനിയിൽ നിങ്ങളുണ്ടായിരുന്നു. അപ്പം ആ സമയം അഞ്ചക്കള്ളക്കോക്കൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ 2 സിനിമകളുടെയും അതിൻ്റെ ഒരു തിയേറ്റർ വിജയത്തിൻ്റെ ഒക്കെ അത്തരം മീറ്ററുകളുടെ ഒക്കെ അപ്പുറത്ത് ആളുകൾ ഭയങ്കര ഒരു നല്ല അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ സിനിമകളാണ്. അതിൻ്റെ വലിയ റിവ്യൂസിലൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ വന്നല്ലോ എന്നുള്ളതിനെ ഈ 2 സിനിമകളെ പറ്റിയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് തൊട്ട് മുമ്പൊക്കെ വന്നിട്ടുള്ള സിനിമകളിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്തരം സിനിമകളുടെ ഭാഗമാവുന്നത് ഇപ്പം അപ്പനാണെങ്കിലും അല്ലെങ്കിൽ ലുക്മാൻ്റെ കരിയറിൽ വന്നിട്ടുള്ള പുണ്ടയടക്കമുള്ള എല്ലാ സിനിമകളിലും നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുതുമയുള്ള കഥ പറയുന്ന അല്ലെങ്കിൽ പുതുമയുള്ളൊരു കഥാരീതി, ഒരു നരേഷൻ വരുന്ന സിനിമകളുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് രണ്ടുപേരും എടുക്കുന്ന ഡിസിഷനാണോ ഈ കരിയറിൻ്റെ ഈ പോയിന്റിൽ? നല്ല സിനിമകൾ ചെയ്യാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 10 years കഴിഞ്ഞു, ഒരു 11 വർഷമായി. അപ്പോൾ ഞാൻ ഈ 11 വർഷം ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഞാൻ സിനിമയെടുത്ത് വളരെ നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ ആ ഒരു ലൈൻ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല. മേ ബി നമ്മളിലോട്ടും ചിലപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളടുത്തും വരുന്ന സിനിമകളും അത്തരം ക്വാളിറ്റിയുള്ള സിനിമകളാണ് വരുന്നത്. ഇപ്പം അടുത്തിട്ടും OTT റിലീസിന് ശേഷം അതും ചർച്ചയാവുന്നുണ്ട്. ആ സിനിമയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. അതിലെല്ലാത്തിലും ഒരു കോമൺ പോയിന്റ് അതിൻ്റെ ഒരു ജസ്റ്റ് സിനിമ നന്നായിരിക്കുന്നതിനൊപ്പം തന്നെ നരേഷനിൽ ഫ്രഷ്നെസ് ഉണ്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യണമല്ലോ പടത്തിന്. അപ്പോൾ അതും കൂടെയാണ് ചോദിച്ചത്. ലുക്മാൻ എങ്ങനെയാണ് നരേഷൻ വളരെ ഫ്രഷ് ആയിരിക്കണം എന്ന് കരിയറിൽ? അല്ല, ഞാൻ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതലും ആ സിനിമ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമുക്ക് നല്ല സിനിമയായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റായി തോന്നുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ഒപ്പം തന്നെ ഏറ്റവും അനുഗ്രഹം എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആയി എന്നുള്ളത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളുടെ ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവർ സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മളെ പിക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്കും കൂടി, ഒരു ഭാഗ്യം കൂടി ഉണ്ട് നമുക്ക് അവരായിട്ട് അങ്ങനെ കണക്ട് ആവാൻ പറ്റുന്നത്. ഇപ്പം ആമിന ടർബോയിൽ ഒരു വേഷം ചെയ്തു. ഇപ്പം നിങ്ങളുടെ രണ്ടുപേരെയും കാര്യത്തിൽ ഇപ്പം ഉണ്ടാന്നുള്ള സിനിമയിലാണെങ്കിലും കരിയറിൻ്റെ കുറച്ച് പോയിന്റിന് ശേഷമാണ് ആമിനയുടെ വളരെ തുടക്കത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 സിനിമയിലും മമ്മൂട്ടി എന്നുള്ളൊരു നടൻ്റെ ആ സിനിമയിൽ നമ്മൾ ഓർത്ത് വെക്കുന്ന ഏറ്റവും നല്ല പോയിന്റുകളുണ്ട്. ഇപ്പം ആ ഒരു ടർബോയിൽ ആളുടെ എന്തായിരുന്നു പാസ്റ്റ്, ടർബോ ജോസിൻ്റെ പറയുമ്പം ആമിനയുടെ ക്യാരക്ടർ കൊടുക്കുന്ന ഒരു ലുക്ക് ഉണ്ട്. അതിനകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഭയങ്കര ഏറ്റവും സട്ടിലായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു പോർഷൻ കാണാൻ പറ്റും. ഇപ്പം ഉണ്ടയിലെ എൻറ്റയർ സിനിമയിലെ ഏറ്റവും നല്ല ഡയലോഗ് ലുക്മാൻ അവതരിപ്പിച്ച ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ കഥാപാത്രം സംസാരിക്കുന്നതാണ്, പോലീസ് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഒരു നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വളരെ നല്ലൊരു അഭിനേതാവിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങൾ കാണുന്നൊരു സീനിലുണ്ടാവുക. അത് മേ ബി ലൈക്ക് വലിയൊരു സ്കൂളായിരിക്കില്ലേ, എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇവരുടെ രണ്ടുപേരും റീസെൻ്റ് ഉള്ളൊരു സാധനം. ആ ഒരു ലൈക്ക് നമുക്കത് നേരിട്ട് കാണാൻ പറ്റുക, മൂപ്പരെന്താ ചെയ്യുന്നതെന്ന് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് കരിയറിൻ്റെ വളരെ തുടക്കത്തിലല്ലേ കിട്ടുന്നത്. അതിനെന്തെങ്കിലുമൊക്കെ എനിക്കറിയില്ല, അനുഭവത്തിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. അല്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഒരുപാട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു സ്റ്റാർ, വലിയൊരു ആക്ടർ എന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അതെനിക്ക് എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്താണ് ലൈഫ് ടൈമിൽ ചിലപ്പോൾ once or twice ചിലപ്പോൾ കിട്ടുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കാം. ഐ ചെറിഷ് ദാറ്റ്. അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ഫ്യൂച്ചറിൽ ഓരോ പടം ചെയ്യുമ്പോഴും എനിക്കത് ഗ്രോത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്താണ് പഠിച്ചത് അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, അങ്ങനത്തെ ഒരു അനുഭവം കൂടി ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവാനും ഇപ്പോൾ ഓരോ ആക്ടേഴ്സ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ഓരോ സീൻസ് പെർസീവ് ചെയ്ത് അത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എങ്ങനെയാണ് അവർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ചിലപ്പോൾ അത് കുറേ സിനിമകൾ നമ്മൾക്ക് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ ആയിരിക്കും. അത് ഭയങ്കര ഈസിലി നമ്മൾ ഒരു സീൻ പുള്ളിയോടെ ചെയ്യുമ്പോൾ നമുക്കത് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭം. അതെ, ഇപ്പം പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും ആ ക്യാരക്ടർ വളരെ ക്ലോസ് ആണെന്ന് നമ്മളോട് മുൻപൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ലുക്ക് ബാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെയും അതൊരു ചോദ്യമായിട്ടൊക്കെ വരുമ്പോൾ ആ ഒരു സീനും അതിനെ പറ്റിയുള്ള ഏറ്റവും ഫേവറേറ്റ് മെമ്മറി ഒക്കെ എന്തായിരിക്കും? അതെത്ര പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാരണം ഭയങ്കര അന്ന് എനിക്ക് ഭയങ്കര അഭിമാനം, ഭയങ്കര സന്തോഷം, കരച്ചിലും എല്ലാം കൂടി വന്നൊരു ദിവസമായിരുന്നു ശരിക്കും. മമ്മൂക്കാനെ ഫസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് മമ്മൂക്കയുടെ ഒപ്പം ഞാൻ ഡയലോഗ് പറയുക,
പിന്നെ അതും ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ സംസാരിക്കുന്നു, നമുക്കൊക്കെ ഇരുന്ന് കേൾക്കുന്നു, പറയൂ നീ ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എനിക്ക് അനുഭവം. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അങ്ങനെ ഒരു ലെങ്തി ഡയലോഗ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ മമ്മൂക്ക പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എങ്ങനെ ആയിരിക്കും. ആക്ച്വലി നമ്മൾ അതൊന്നല്ല ശ്രദ്ധിക്കാം. മമ്മൂക്കാനെ കണ്ട എക്സൈറ്റ്മെൻറ്റ്, മമ്മൂക്കയുടെ മുന്നിൽ, പിന്നെ അത് നമ്മളറിയാതെ അഭിനയിച്ചിട്ട് നമ്മളറിയാതെ അതേ സീരിയസ്നെസ്സിൽ നിൽക്കും. കാരണം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ ബാക്കി ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ്, നമ്മുടെ അതേ ഗ്രൂപ്പിലൊക്കെ ഉള്ള കുറച്ച് തമാശയും കളിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ നിൽക്കുക. പിന്നെ മെല്ലെ അല്ലാണ്ട് കയറുക. ഇത് സ്റ്റാർട്ടിങ് മുതൽ ആ പ്രൊഫഷണൽ, നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊഫഷണലിസം നമുക്ക് കാണാൻ പറ്റും. സ്കൂൾ ഓഫ് സിനിമ അതെ, നമ്മൾ ചെറുപ്പം മുതൽ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു ആ സീന്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ. നമ്മളിങ്ങനെ ഒരു അമ്പലത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആരാധനയോടുകൂടി ഇരിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, എനിക്ക് അതേപോലെയൊക്കെ ആയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് സിനിമ ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. നമുക്ക് ഒരൊറ്റ സീൻ അഭിനയിക്കാൻ പറ്റിയാലും ലൈഫ് ലോങ് ഒരു സാധനം കിട്ടുമല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഈ അപ്പനൊക്കെ മുൻപ് ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസിൽ വരുത്താം അന്ന് വന്നിരുന്ന വിമർശനങ്ങളെ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം പറയുന്നത്. അന്ന് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വർഷത്തിന് ശേഷം സണ്ണി വെയിൻ ഒരു അത്യാവശ്യം ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഞാൻ എന്താ പറയുക, അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു എന്താ പറയുക അപ്സ്കിൽ ചെയ്യാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള റിസൾട്ടായിരുന്നു നമ്മൾ അപ്പനിൽ കണ്ടത്. ഇപ്പം ചില സിനിമകൾക്ക് ശേഷം പ്രേക്ഷകർ കരുതും ഈ സിനിമയ്ക്ക് മുൻപുള്ള നടൻ്റെ ഒരു കരിയർ ഈ സിനിമയ്ക്ക് ശേഷമുള്ള നടൻ്റെ കരിയർ എന്ന്. അങ്ങനെ കരുതുന്ന ഒരു സിനിമയായിട്ടാണ് അപ്പനെ പൊതുവെ വിലയിരുത്തുന്നത്. ഈവൻ അതിൻ്റെ പ്രൊഡക്ഷനിലും കൂടെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ലൈക്ക് 2 phases എന്ന് കാണുന്നുണ്ട്. സണ്ണി വെയിനും അങ്ങനെയാണോ അപ്പനെ പ്ലേസ് ചെയ്യുന്നത് എൻ്റയർ കരിയറിൽ, ഇതിന് മുൻപും അതിന് ശേഷം ഒന്ന് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടോ? അത് എല്ലാവരും അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ. അല്ല, കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നല്ലോ ഒരു സിനിമ എന്നുള്ള രീതിക്ക്. അതെ. അപ്പം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് കരിയറിൽ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രീൻ പ്ലേ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രീൻ പ്ലേ ആണ്, ഗോയിങ് ടു ബി ഒരു വണ്ടർഫുൾ സിനിമ എന്നുള്ളത് പിന്നെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഔട്ട് വന്ന് ഇപ്പം ആളുകൾ അതിനെ റിവ്യൂ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കാത്ത പല തലങ്ങളിലോട്ടൊക്കെയാണ് പോയത്. അപ്പം ഈ ലേബലും വന്നു, അപ്പന് ശേഷവും അപ്പന് മുന്നേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സീരിയസ് കൂടുതൽ സെലക്റ്റീവ് ആവണം അങ്ങനത്തെ ഒരു പോയിന്റിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പന് ശേഷവും അപ്പന് മുന്നേ. ഓക്കെ. ഇപ്പം ഈ ടർക്കിഷ് തർക്കത്തിൻ്റെ എനിക്ക് തോന്നുന്നത് അതിനകത്തുള്ള നമ്മൾ ട്രെയിലറിൽ കാണുന്ന സമയത്ത് ഈ ഫൈറ്റ് സീക്വൻസസ് കൈൻഡ് ഓഫ് ഉണ്ട്, പക്ഷെ അതൊരു അങ്ങനത്തെ ഒരു ഫൈറ്റ് അല്ല, പക്ഷെ ഒരു നാട്ടിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു തല്ലിൻ്റെ സാധനം തോന്നും. ഇപ്പം നമ്മൾ ഈ അടുത്ത് വരുന്ന ഒരുപാട് സിനിമകൾ, ഇപ്പം തല്ലുമാല പോലെയുള്ള സിനിമയാണെങ്കിലും ബാക്കി എല്ലാ സിനിമകളിലും ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി ഓരോ സിനിമയിലും വളരെ പുതുമയോടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും. പിന്നെ ആൾക്കാർ ഭയങ്കര ഇത്രയധികം സിനിമകൾ കണ്ടിട്ട് ഓരോ ഫൈറ്റ് നടക്കുമ്പോഴും ഇതിൽ എത്രമാത്രമാണ് മറ്റേത് യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്രമാത്രമാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള അടി നടക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ ഇതാണ്. ഇതിനകത്തുള്ള ഒരു ഫൈറ്റ് കൊറിയോഗ്രഫീനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ പറയാൻ കഴിയുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഈ സിനിമയിൽ എങ്ങനെയാണത്? ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, അതൊരു സൈക്കിൾ ഫൈറ്റാണ്, ബൈസൈക്കിൾ ഫൈറ്റാണ്. അത് ഭയങ്കര നല്ല രസമുള്ളൊരു ഫൈറ്റാണത് അല്ലേ? അത് അതിൻ്റെ ഷോട്ട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒറ്റ ഷോട്ടേ ഉള്ളൂ ട്രെയിലറിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കര രസമാണ്. ഞാൻ ആ സിനിമ എനിക്കൊരു പ്രിവ്യൂ കിട്ടിയപ്പോഴാണ് ഞാൻ അങ്ങനൊരു ഫൈറ്റ് തന്നെ ഞാൻ കാണുന്നത്. നല്ല രസമുള്ള, അത് വേറൊരു ഡിഫറെൻറ്റ് ഫൈറ്റാണത്. പിന്നെ ഈ പള്ളിയുടെ ഏരിയയിലൊരു ഫൈറ്റ് നടക്കുന്നത്, അത് നമ്മൾ റോട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ചിലപ്പം ഇങ്ങനെ കാണാം. ചിലപ്പോൾ ഇങ്ങനെ രണ്ടുപേരും അടി കൂടുമ്പോൾ കുറേ ആൾക്കാർ കൂടി 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 വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ വലിയ ഒരടി ഉണ്ടാവുന്നത്. അതിൻ്റെ കൊറിയോഗ്രാഫിയും ഒക്കെ സ്പോട്ടിൽ കൊറിയോഗ്രാഫി ചെയ്താണെന്ന് തോന്നുന്നു. സ്പോട്ട് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. ബൈസൈക്കിൾ ഫൈറ്റ് പക്ഷേ നേരത്തെ കുറച്ചുകൂടെ കമ്പോസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത്. പക്ഷേ ഇതങ്ങനെ നടക്കുന്നൊരു ഇഷ്യൂ ആണ്. ഒരു നാട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആളുകൾ റിയാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊക്കെ ബേസിക്കലി
പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ്. പുള്ളി പുറത്താണ്. ഇനിയിപ്പോൾ പുള്ളി നമ്മളിറങ്ങി ചിലവ് നിങ്ങൾ ഞാൻ നേരത്തെ കൊറിയോഗ്രാഫി ചെയ്താണല്ലോ. തിരുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഹലോ മമ്മി ആണെങ്കിലും മറ്റേ സൂക്ഷ്മദർശിനി, പിന്നെ പരാക്രമം, അങ്ങനെ കുറേ സിനിമകൾ വരുന്നുണ്ട്. മറ്റ് ലാംഗ്വേജിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത് വരുന്നുണ്ട്. എനിക്കൊന്ന് ഈ ലിസ്റ്റിൽ നമ്മൾ പറയാതെയും ഒരുപാട് സിനിമകളുണ്ട്. അതൊന്നും പറയുകയാണ്. അപ്പോൾ ഇത്രയധികം സിനിമകളുടെ കൂടെ നമ്മുടെ സിനിമ എത്തുന്ന സമയത്ത് അതിനൊരു പക്ഷെ നമ്മൾ ഫെസ്റ്റിവലിനൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു കോമ്പറ്റീഷൻ സ്വഭാവം വരുന്നുണ്ട്. സാധാരണ ഓണം റിലീസ് അല്ലെങ്കിൽ ക്രിസ്മസ് റിലീസ് സമയത്താണ് കുറച്ച് ഭയങ്കര പടം വരിക, പിന്നെ അതിൽ തമ്മിൽ കോമ്പറ്റീഷൻ പറയും. പക്ഷെ ഇത് അങ്ങനെ അല്ലാത്തൊരു ദിവസമാണ് ഒരുപാട് സിനിമകളുടെ കൂട്ടത്തിൽ ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ സ്പേസിന് അല്ലെങ്കിൽ ഇതിൽ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞതിൻ്റെ ഒരു റൺ എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ബോധർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കലുണ്ടോ? എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും സംസാരിക്കാറുണ്ട്, അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലല്ല. എപ്പോഴും സിനിമ തിയേറ്ററിൽ നമ്മുടെ സിനിമയാണെങ്കിലും ഒപ്പിറങ്ങുന്ന സിനിമയാണെങ്കിലും ഒരു ഹിറ്റാവുന്നത് നല്ലതാണ്. ആളുകൾ തിയേറ്ററിലോട്ട് വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ സിനിമ കൂടി ഒരു ഹിറ്റ് സിനിമയുടെ കൂടെ തന്നെ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായി തിയേറ്ററിലോട്ട് വരാനുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു പടം കൂടി ഇറങ്ങിയിട്ടുണ്ട്, അതും കണ്ടേക്കാം, അതും കണ്ടു നോക്കാം എന്നുള്ളൊരു ആ ഒരു മൂഡിലോട്ട് പ്രേക്ഷകർ വരുമല്ലോ. ഓൾറെഡി അങ്ങനെ ഒരു വളരെ ആളുകളൊന്നും വരാൻ പറ്റാത്ത അങ്ങനെ മോശം സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മൾ തനിച്ചൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ആൾക്കാർ തിയേറ്ററിലോട്ട് എത്താനുള്ളൊരു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫാക്ടർ വേണം. ഇതാകുമ്പോൾ എളുപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ജോണർ അല്ല നമ്മുടെ വ്യത്യാസമുണ്ട്. സോ ഇത് സെയിം കാറ്റഗറിയിൽ വരുന്ന രണ്ട് സിനിമ അല്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരാനായിട്ട്. ഇതിൻ്റെതായ ഇതിന് ഒരു കാറ്റഗറി ഉണ്ട്. ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദി അതർ മൂവീസ് ദാറ്റ് ആർ റിലീസിങ്. അപ്പം ആ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ഐ തിങ്ക് ദ ഹോൾ ടീം ഇസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ മൂവി. നല്ല ക്വാളിറ്റി പടമായിരിക്കും എന്നുള്ള ഒരു മറ്റത് നമ്മുടെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. ഹലോ മമ്മിയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, എല്ലാവരും നമ്മൾ അറിയുന്നവരാണ്. കോമ്പറ്റീറ്റീവ് സ്വഭാവം. പിന്നെ ഞാൻ തന്നെ ഈ 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ സൂക്ഷ്മദർശിനി 22nd റിലീസാവുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലൊന്നും നമ്മൾ ചിന്തിച്ചില്ല. ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ബേസിൽ, നസ്രിയ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഷറഫ്, സമീർ ഖാൻ, ഷൈജു ഖാൻ, അതിന് MC, അതിൻ്റെ ഡയറക്ടർ MC, അവൻ നല്ല അടുത്തറിയുന്നതാണ് അവനെ. പിന്നെ അതിൻ്റെ ക്യാമറമാൻ ശരൺ, നമ്മൾ സൗദി വെള്ളക്കട ക്യാമറമാനാണ്. ആളുകൾക്ക് നല്ലൊരു അല്ലേ, ജനങ്ങൾക്ക് നല്ലൊരു ടൈമല്ലേ. സാറ്റർഡേയും സൺഡേയും 3-4 നല്ല ഡിഫറെൻറ്റ് സിനിമകൾ, ഡിഫറെൻറ്റ് ജോണേഴ്സ്. അപ്പോൾ ഒരു എന്താ പറയുക, സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ഫാമിലിയൊക്കെ ആയിട്ട് രാത്രിയൊക്കെ ആയിട്ട് പോയി ഒരു ഡിന്നറും കഴിഞ്ഞ് സെലക്ട് ഏത് സിനിമ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സാറ്റർഡേ ഒരു പടം കാണും, സൺഡേ ഒരു പടം കാണും. ഇപ്പം ഈ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നല്ലോ, അപ്പം അത് തിയേറ്ററിൽ ഇങ്ങനെ വന്നു. അതിൻ്റെ ഡയറക്ടേഴ്സ് ഇപ്പോൾ സൈജു കുറുപ്പ് അടക്കമുള്ളവർ പറയുന്നത് ഇങ്ങനെ കുടുംബ പ്രേക്ഷകർക്കൊക്കെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ അങ്ങനെ വന്നു പോവുകയായിരുന്നു. പക്ഷേ OTTയിൽ ഇറങ്ങിയിട്ട് അത് എസ്പെഷ്യലി സാമ്പത്തികമായി കൂടെ ഒരു ഈ മറ്റേ പേപ്പർ വ്യൂ ഒരു സംഭവം വെച്ചിട്ട് സാമ്പത്തികമായി കൂടെ ഗുണകരാവുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പടിത്തട്ടിൻ്റെ കാര്യത്തിലും അത് OTTയിൽ ഇറങ്ങിയ ശേഷം ഇപ്പം അതിൻ്റെ മേക്കിംഗ്, ഇത്രയും സമയം കടലിൽ പോയിട്ട് ഒരു സിനിമ ചെയ്യുക, അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി വരുന്നുണ്ട്. ഈ തിയേറ്റർ OTT എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, മേ ബി ലോങ് റണ്ണ് കിട്ടുന്നത് OTTയിൽ ഭയങ്കര ഹിറ്റാണ്. ഇപ്പോൾ കിഷ്കിന്താകാണ്ടൊക്കെ തിയേറ്ററിൽ വന്നു, ഇപ്പോൾ OTTയിൽ വരുമ്പോൾ കുറേ കൂടെ അന്യഭാഷയിലെ ആളുകൾ കാണുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തിയേറ്റർ OTT വർക്കിംഗ് ഫോർമുല എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു ഫോർമുല എന്താ പറയുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളത്. അത് തിയേറ്ററിൽ സംഭവിക്കുന്നത് എന്തായാലും ഒരു മാജിക്കാണ്. നമ്മൾ ഭയങ്കര ഇതൊരു തിയേറ്റർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമ തിയേറ്ററിൽ സക്സസ് ആവാതെ പോകുന്നുണ്ട്. എന്നാൽ അതൊരു OTT കണ്ടന്റ് ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ OTT പറയും. പക്ഷെ അത് തിയേറ്ററിൽ ചിലപ്പോൾ വർക്കാവും. അപ്പോൾ തിയേറ്ററിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റിംഗ് അനുസരിച്ചിരിക്കും. ഇപ്പം സിനിമ ചിലപ്പോൾ നല്ല മൂവി ആയിരിക്കും, ചിലപ്പോൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാത്ത ചില മൂവീസ് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, ബട്ട് അത്രയും കണ്ടന്റ് ആൾക്കാർ പോയി കാണുമ്പോൾ അത്രയും പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, അങ്ങനെ വരാം. അതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. There are other factors also, പക്ഷെ ഇതൊരു ഫാക്ടറാണ്. ഇതിന്റെ രസം അതാണ്, അത് അറിയാതിരിക്കലാണ്. അൺസർട്ടനിറ്റി, നമുക്ക് എന്താവുന്നുള്ളത് നമുക്ക് നാളെ അറിയാമെന്നുള്ളതാണല്ലോ നമ്മുടെ നാളെ എന്താവും തിയേറ്ററിൽ.
അത് OTT സിനിമയാണോ OTT ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ എനിക്ക് തോന്നുന്നത്. അത്രയും സ്പേസും അത്രയും പ്രൊജക്റ്റുകളും അത്രയും സിനിമകളും സംഭവിക്കില്ലേ. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ ആളുകൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മീൻസ് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. തിയേറ്ററിൽ നമ്മൾ ഒറ്റ വാച്ച്, ഇത് നമ്മളിങ്ങനെ ഇരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് അങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ വളരെ. അപ്പോൾ ടർക്കിഷ് തർക്കം തിയേറ്ററിലും OTTയിലും എല്ലായിടത്തും ഹിറ്റാവുന്ന ഒരു സിനിമയാവട്ടെ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഫീൽ തരുന്ന ഒരു സിനിമയാണ് നിങ്ങളിപ്പോഴും തരാറുള്ളത്. പുതിയ പടത്തിലേക്കും വന്നിരിക്കുകയാണ്, അതിന് ഫ്രഷ് തുടക്കം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സിനിമ കാണാൻ കഴിയട്ടെ. അപ്പോൾ ഇത്രയും സമയം റിപ്പോർട്ടർ ടിവിയോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.